In this video, let us discuss about the interpretation of electronic spectra of complexes using Tanabe-Sugano diagrams. We had already discussed about correlation diagrams and orbital diagrams, which are also used for the interpretation of electronic spectra of complexes, transdimensional complexes. So let us see in detail about Tanabe-Sugano diagrams. So the Tanabe-Sugano diagram is a plot of orbital energy as a function of Rake parameter versus delta O by B. So it shows a relation between the term energies versus delta O by B. Okay. So we can say E by B. Term energy is E by Rake parameter B is plotted against the field splitting delta O by B, where B is a Rake parameter. It is used in coordination chemistry to predict absorptions in the UV visible and IR region in the case of coordination complexes. നമ്മൾ ഓർഗൽ ഡയഗ്രാം പറഞ്ഞു. ഓർഗൽ ഡയഗ്രത്തിന്റെ കേസിൽ നമ്മൾ ഹൈ സ്പിൻ കോംപ്ലക്സ് അല്ലെങ്കിൽ വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരുന്ന കേസിൽ മാത്രമാണ് നമ്മൾ ഓർഗൽ ഡയഗ്രാംസ് യൂസ് ചെയ്തത്. പക്ഷേ Tanabe-Sugano ഡയഗ്രാംസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ് ബോത്ത് ഇൻ ഹൈ സ്പിൻ ആൻഡ് ലോ സ്പിൻ കോംപ്ലക്സ്. അതായത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുമ്പോഴും വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്ര Tanabe-Sugano ഡയഗ്രാംസ് യൂസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേംസ് ആണ്, അല്ലെങ്കിൽ ഹയസ്റ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റിയുടെ ടേംസ് ആണ് ഓർഗൽ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തത്. പക്ഷേ Tanabe-Sugano ഡയഗ്രത്തിൽ ഓൾ ദി ടേംസ് ആർ ഷോൺ ഓൺ ദ ഡയഗ്രാം. അതേപോലെ തന്നെ ഇവിടെ സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓർഗൽ ഡയഗ്രത്തിൽ സ്പിൻ അലൗഡ് ട്രാൻസിഷൻ, അതായത് സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള ടേംസ് തമ്മിലുള്ള ട്രാൻസിഷൻ മാത്രമേ നമ്മൾ റെപ്രസെന്റ് ചെയ്തുള്ളൂ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷേ Tanabe-Sugano ഡയഗ്രത്തിൽ സ്പിൻ ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻസ് എല്ലാ ടേംസും റെപ്രസെന്റ് ചെയ്യും, എല്ലാ ഗ്രൗണ്ട് സ്റ്റേറ്റും അല്ലാത്ത ടേംസ് എല്ലാം റെപ്രസെന്റ് ചെയ്യും. അതേപോലെ തന്നെ എല്ലാ പോസിബിൾ ട്രാൻസിഷൻസും നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി വരുന്ന ടേം. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് ടേക്കൻ ആസ് എ കോൺസ്റ്റന്റ് റെഫറൻസ്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കി എല്ലാ ടേംസും എനർജിയുടെ ഓർഡറിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുക. So ground state is taken as constant reference and energies of all other terms are plotted with respect to the energy of the ground state. So നമ്മുടെ Tanabe-Sugano ഡയഗ്രത്തിന്റെ ബേസ് ലൈൻ അല്ലെങ്കിൽ അതിന്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം, ലോവസ്റ്റ് എനർജി ടേം ആയിരിക്കും. അതായത് ടേം വിത്ത് ഹയസ്റ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും Tanabe-Sugano ഡയഗ്രത്തിന്റെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെയും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെയും ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് Tanabe-Sugano ഡയഗ്രാംസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഡെൽറ്റ ഒ അല്ലെ, അത് 10TQ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ആ GQ വാല്യൂ അല്ലെങ്കിൽ ഡെൽറ്റ ഒ വാല്യൂ നമുക്ക് Tanabe-Sugano ഡയഗ്രാംസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓർഗൽ ഡയഗ്രാംസിനും കോറിലേഷൻ ഡയഗ്രാംസിനും എല്ലാം സർട്ടൻ ലിമിറ്റേഷൻസ് ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. കാരണം ഹൈ സ്പിൻ കോംപ്ലക്സിന്റെ കേസിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ടേംസ് മാത്രം അല്ലെങ്കിൽ ലോവസ്റ്റ് എനർജി ടേംസ് മാത്രമേ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് മാത്രമേ ഓർഗൽ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ എല്ലാം നമ്മൾ പറഞ്ഞു. അതിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് Tanabe-Sugano ഡയഗ്രാംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. correlation diagrams നമ്മൾ കണ്ടു. It discusses only about the qualitative aspects അല്ലേ. Whereas Tanabe-Sugano diagram deals with both qualitative and quantitative aspects. ഇപ്പോൾ Rake parameter കണ്ടുപിടിക്കാനും ഡെൽറ്റ ഒ കണ്ടുപിടിക്കാനെല്ലാം നമുക്ക് Tanabe-Sugano diagrams quantitative purpose വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. സോ Tanabe-Sugano diagram can be considered as a special class of correlation diagram. മുമ്പ് നമ്മൾ കണ്ട correlation diagramത്തിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ്, കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ആഡ് ചെയ്താൽ അല്ലേ, ആ രീതിയിലുള്ള സ്പെഷ്യൽ ക്ലാസ് ഓഫ് correlation diagram ആയിട്ട് നമുക്ക് Tanabe-Sugano diagram നമുക്ക് കൺസിഡർ ചെയ്യാം. So actually Tanabe-Sugano diagram എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് റെപ്രസെന്റ് ദ വേരിയേഷൻ ഓഫ് ടേം എനർജീസ് അല്ലെ. ഇപ്പം ട്രിപ്ലറ്റ് എഫ്, ട്രിപ്ലറ്റ് പി, സിംഗ്ലറ്റ് എസ് എന്നൊക്കെ പറഞ്ഞ പല ടേംസ് ഉണ്ടല്ലേ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനും. അപ്പോൾ എല്ലാ ടേമും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സോ ദ വേരിയേഷൻ ഓഫ് ടേം എനർജീസ് വിത്ത് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദ ലിഗാൻഡ് ഇൻ ദ കേസ് ഓഫ് വീക്ക് ഫീൽഡ് ആൻഡ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് ആർ റെപ്രസെന്റഡ് ഇൻ എ Tanabe-Sugano ഡയഗ്രാം. അതുകൊണ്ട് തന്നെ ഓർഗൽ ഡയഗ്രത്തെക്കാളും കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആണ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആണ് Tanabe-Sugano ഡയഗ്രാം എന്ന് പറയുന്നത്. Now let us see what are the differences between Tanabe-Sugano diagram and orgel diagrams. So the ground state എന്ന് വെച്ചാൽ ലോവസ്റ്റ് എനർജി ഫ്രീ അയൺ ടേം അല്ലേ, അതായത് ഹയസ്റ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി വരുന്ന ടേം.
it is always taken as the abscissa. അതിനാണ് നമ്മൾ ടെനാബെ-സുകാർണോ ഡയഗ്രത്തിൽ ആ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേമിനെയാണ് നമ്മൾ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുക. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ കോൺസ്റ്റന്റ് റെഫറൻസ് പോയിന്റ്. അതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. All other energy states are plotted relative to this lowest energy term. In these plots, energy of different groups of degenerate electronic states are plotted as a function of ligand field strength represented by delta O. Okay, so നമുക്ക് y ആക്സിസിലുള്ളത് ടേം എനർജി E by Rake പാരാമീറ്ററും x ആക്സിസിൽ ഡെൽറ്റ O opposite field splitting ആണ് ഡെൽറ്റ O by B Rake പാരാമീറ്ററുമാണ് നമുക്കുള്ളത്. dq യൂണിറ്റിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി low spin terms, that is states where the spin multiplicity is lower than the ground state are also included. ഓർഗൽ ഡയഗ്രത്തിലൊക്കെ നമ്മൾ ഹയസ്റ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി വരുന്ന ടേമാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് എപ്പോഴും എടുക്കുക. ആ ടേം മാത്രം റെപ്രസെന്റ് ചെയ്തു എങ്കിൽ ഇവിടെ അതിനേക്കാൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി കുറഞ്ഞ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലാത്ത എനർജി കൂടിയ മറ്റ് ടേംസ് എല്ലാം നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ലോ സ്പിൻ ടേംസും കൂടെ, സ്പിൻ മൾട്ടിപ്ലിസിറ്റി വരുന്ന ടേംസും കൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓർഡിനേറ്റ് y ആക്സിസ് നമ്മൾ E by B ആണ്, എക്സ് ആക്സിൽ ഡെൽറ്റ O by B അല്ലെങ്കിൽ dq by B എന്നുള്ള രീതിയിലാണ് നമ്മൾ ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ റിലേറ്റീവ് ടേം ആണിത് കേട്ടോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. ഇൻ ഓർഡർ ടു അക്കൗണ്ട് ഫോർ ദ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ, both energy and field strength are expressed as a function of Rake parameters. നമുക്കറിയാം മൾട്ടിപ്പിൾ ഇലക്ട്രോൺസ് വരുമ്പോൾ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ വരും, നെഫ്ലോക്സാറ്റിക് ഫാക്ടേഴ്സ് ഒക്കെ അവിടെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ടേം എനർജി ഇയും E by B റാക്കെ പാരാമീറ്ററിന്റെ ഫംഗ്ഷനായിട്ട് E by B ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫീൽഡ് സ്ട്രെങ്ത്, ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് എക്സ് ആക്സിസിൽ അതും നമ്മൾ D by B അല്ലെങ്കിൽ dq by B അല്ലെങ്കിൽ ഡെൽറ്റ O by B എന്ന രീതിയിലാണ് നമ്മളതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ബി എന്താ റെപ്രസെന്റ് ചെയ്യുക? ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ടേം ആണ് അല്ലേ. നെഫ്ലോക്സാറ്റിക് പാരാമീറ്റർ നമുക്കറിയാം റാക്കെ പാരാമീറ്റർ ആണ്. ദെൻ സോ നമ്മുടെ ഡയഗ്രാംസ് എന്താണ്? ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. സോ നമ്മൾ D1 D9 സിസ്റ്റം ഒക്കെ പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ടെനാബെ-സുകാർണോ ഡയഗ്രാംസ് ആണ് നമുക്ക് കിട്ടുക. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ചില ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമുക്ക് ലോ സ്പിന്നും ഹൈ സ്പിന്നും നമ്മുടെ ഫീൽഡ് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് മാറുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുമ്പോൾ ചിലപ്പോൾ അത് ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. നമ്മുടെ ലിഗാൻഡ് വീക്ക് ഫീൽഡ് ആണെങ്കിൽ ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ D4 D5 D6 D7 നമുക്ക് ലോ സ്പിന്നും ഹൈ സ്പിന്നും പോസിബിൾ ആണ്. അത്തരം സിറ്റുവേഷനിൽ in the case of D4, D5, D6 and D7 electronic configuration, a vertical line is drawn in the middle of the diagram to separate the high spin complexes from the low spin one. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് ആണ് നമ്മൾ കാണിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഒരു സൈഡിൽ ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് കൂടി പോകുന്ന ഓർഡറിലാണെങ്കിൽ നമ്മുടെ കോറിലേഷൻ ഡയഗ്രാം പറഞ്ഞ പോലെ തന്നെ അല്ലേ, ലെഫ്റ്റ് സൈഡിൽ വീക്ക് ഫീൽഡ് ലിഗാൻഡും റൈറ്റ് സൈഡിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ ഈ D4, D5, D6, D7 സിസ്റ്റത്തിൽ നമുക്ക് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് മാറുന്നതനുസരിച്ച് രണ്ട് ലോ സ്പിൻ കോംപ്ലക്സും പോസിബിൾ ആണ്, ഹൈ സ്പിൻ കോംപ്ലക്സും പോസിബിൾ ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു വെർട്ടിക്കൽ ലൈൻ ഡ്രോ ചെയ്യും ടെനാബെ-സുകാർണോ ഡയഗ്രത്തിൽ. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് നോക്കാം. D1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെയാണ്. സോ നമുക്ക് എങ്ങനെയാണ് D1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ഒരു കോംപ്ലക്സിന്റെ സ്പെക്ട്ര ടെനാബെ-സുകാർണോ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹെക്സാക്വ ടൈറ്റാനിയം 3+, ടൈറ്റാനിയം 3+ ആണല്ലേ. അപ്പോൾ D1 സ്പീഷീസ് ആണത്. നമ്മളതിൻ്റെ സ്പെക്ട്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പെരിമെന്റിൽ നമുക്ക് എടുത്ത സ്പെക്ട്ര നോക്കുകയാണെങ്കിൽ അതൊരു അബ്സോർഷൻ ബാൻഡ് ആണുള്ളത്. അത് 20,400 സെന്റിമീറ്റർ ഇൻവേഴ്സൽ ആണ് വരിക. സോ ഇതെന്താ ഡെൽറ്റ ഇ അല്ലെങ്കിൽ ഡെൽറ്റ ഒ വാല്യൂ ആണ് അല്ലേ. നമുക്കറിയാം ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുക? T2g ലോവർ എനർജി, Eg ഹയർ എനർജി ആണല്ലേ. അപ്പോൾ ഈ D1 ആ ഒരു ഇലക്ട്രോൺ T2g നിന്ന് Eg പോകാൻ വേണ്ടിയിട്ട് അബ്സോർബ് ചെയ്യുന്ന എനർജിയാണ് 20,400 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതായത് T2gയും Egയും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഡെൽറ്റ ഒ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൊണ്ടുണ്ടാവുന്ന ഡെൽറ്റ ഒ എന്ന് പറയുന്നത്. So this value denotes the energy required to promote an electron from T2g orbital to Eg orbital. ഇനി നമുക്കറിയാം ഇതെന്താണ്? ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്, സെൻട്രോസിമെട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലാപ്പോർട്ടെ ഫോർബിഡൻ ട്രാൻസിഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വീക്ക് ട്രാൻസിഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ടൈറ്റാനിയം 3+ കോംപ്ലക്സിൽ ലാപ്പോർട്ടെ ഫോർബിഡൻ ആണെങ്കിൽ കൂടി വീക്ക് ആയിട്ടൊരു ട്രാൻസിഷൻ നടക്കുന്നു. കാരണം എന്താണ്? നമുക്കറിയാം
മെറ്റൽ ലിഗാൻഡ് ബോണ്ടുകൾ വൈബ്രേറ്റ് ചെയ്യും അല്ലെ. വൈബ്രോണിക് കപ്ലിംഗ് വഴി ലാപ്പോർട്ടെ സെലക്ഷൻ റൂളിന് റിലാക്സേഷൻ വരുന്നത് കൊണ്ട് ടൈറ്റാനിയം 3+D1 സിസ്റ്റം ഇലക്ട്രോണിക് ട്രാൻസിഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വീക്ക് അബ്സോർഷൻ, ഒരു പെയിൽ കളറിലുള്ള വീക്ക് അബ്സോർഷൻ അവിടെ വിസിബിൾ ആവും. ഇനി നമുക്ക് ടെനാബെ സുഗാണോ ഡയഗ്രം നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ D1ന്റെ ടേം എന്ന് പറയുന്നത് ഡബിളറ്റ് D ആയിരിക്കും. അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡബിളറ്റ് T2G ഡബിളറ്റ് TG ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക അല്ലെ. ലിഗാൻഡിന്റെ ഫീൽഡിൽ നമുക്കറിയാം ഒക്ടാഹെഡ്രലിലെ എനർജി ഓർഡർ ഇതാണ്. അപ്പോൾ ഡബിളറ്റ് T2G ആണ് അതിന്റെ ലോവർ എനർജി ടേം ആയിട്ട് വരിക. അതിന് നമ്മൾ എക്സ് ആക്സിൽ ഡ്രോ ചെയ്യുന്നു. ആക്സിസ് നോക്കിയേ വൈയിൽ E/Bയും എക്സിൽ ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ റിലേറ്റ് ചെയ്തിട്ട് ΔO/B റെപ്രസെന്റ് ചെയ്യുക. എക്സ് ആക്സിസ് ഡബിളറ്റ് T2G ആണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം. അതിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സ് ചെയ്തു. അതിന് റിലേറ്റീവ് ആയിട്ടാണ് അടുത്ത ടേംസ് നമ്മൾ ടേം എനർജീസ് നമ്മൾ വരയ്ക്കുക. അതായത് ഡബിളറ്റ് EG അല്ലെ. ഇതൊരു സ്പിൻ അലൗഡ് ട്രാൻസിഷൻ ആണല്ലേ. ഡബിളറ്റ് ടു ഡബിളറ്റ് ട്രാൻസിഷൻ ആണ്. അപ്പോൾ സിംഗിൾ ഇലക്ട്രോൺ ഇവിടെ D1 ഇവിടെയാണ് ഇലക്ട്രോൺ വരിക. അത് ഡബിളറ്റ് EG ട്രാൻസിഷൻ നടക്കും. സോ ഇറ്റ് ഇസ് എ സ്പിൻ അലൗഡ് ട്രാൻസിഷൻ ഡബിളറ്റ് T2G ടു ഡബിളറ്റ് EG ട്രാൻസിഷൻ. ലാപ്പോർട്ടെ ഫോർവേഡിനാണെങ്കിലും വൈബ്രോണിക് കപ്ലിംഗ് മൂലം റിലാക്സേഷൻ ഉള്ളത് കൊണ്ടാണ് ട്രാൻസിഷൻ നടക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വേവ് നമ്പർ എവിടെയാ? ഏത് വേവ് നമ്പറിൽ അബ്സോർപ്ഷൻ നടക്കുക? 20,400 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അതെന്ന് പറഞ്ഞാൽ ΔO വാല്യൂ ആണ്. ഇനി ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി CFSE എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1 ഇലക്ട്രോൺ ആണ് T2Gയിലുള്ളത്. അപ്പോൾ 0.4 ഇൻറ്റു ΔO ആയിരിക്കും അല്ലേ. സോ 0.4 ഇൻറ്റു ഈ ΔO വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് CFSE വാല്യൂ കിട്ടും. 8160 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. സോ ΔO എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 10 DQ ഇൻ ദ കേസ് ഓഫ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ക്വാണ്ടിറ്റി DQ നമുക്ക് കണ്ടുപിടിക്കാം. 20,400 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 2040 എന്ന് കിട്ടും. DQ വാല്യൂവിൽ നമുക്ക് Dയും Qയും സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് പർപ്പസിന് നമുക്ക് ടെനാബെ സുഗാണോ ഡയഗ്രംസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി D2 കോൺഫിഗറേഷൻ നോക്കാം. ഒക്ടാഹെഡ്രൽ സിസ്റ്റം തന്നെയാണ്. D2 സിസ്റ്റത്തിൽ നമ്മുടെ ടേംസ് റൈസ് ചെയ്യുന്ന പല ഇലക്ട്രോണിക് പോസിബിൾ കോമ്പിനേഷൻസ് നമ്മൾ നോക്കണം അല്ലെ. കോൺഫിഗറേഷൻസ് നോക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പല ടേംസ് എന്ന് പറഞ്ഞാൽ ട്രിപ്ലറ്റ് F, സിംഗ്ലറ്റ് D, ട്രിപ്ലറ്റ് P, സിംഗ്ലറ്റ് G, സിംഗ്ലറ്റ് S ആണ്. ഈ ടേംസ് എല്ലാം നമ്മളെവിടെ ഓർഗൽ ഡയഗ്രം പോലെയല്ല, ഈ എല്ലാ ടേംസും നമ്മളെവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? ടെനാബെ സുഗാണോ ഡയഗ്രത്തിന്റെ Y ആക്സിസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം എന്ന് പറഞ്ഞാൽ ഏതാ? ഹയസ്റ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള ട്രിപ്ലറ്റ് F ആയിരിക്കും അല്ലേ. കണ്ടോ, ആ ട്രിപ്ലറ്റ് F ടേമിനെയാണ് നമ്മൾ ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാ? ബ്ലൂ ലൈൻസ് കാണിച്ചിരിക്കുന്നു. ട്രിപ്ലറ്റ് T1G, ട്രിപ്ലറ്റ് T2G, ദെൻ ട്രിപ്ലറ്റ് A2G എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റിംഗ് വരിക. അതിൽ തന്നെ ട്രിപ്ലറ്റ് T1G ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം. അതിന് നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തു. ദ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് ട്രിപ്ലറ്റ് T1G arising from the splitting of triplet F. Highest spin multiplicity ground state term and triplet F is taken as abscissa x-axis. The diagrams also includes excited state. Here excited state having same spin multiplicity as ground state terms. ഏതൊക്കെയാണ്? ട്രിപ്ലറ്റ് T2G നമുക്ക് ഇവിടെ കാണാം. ട്രിപ്ലറ്റ് T1G ഉണ്ട് ഇവിടെ. Pയിൽ നിന്ന് Pയുടെ സ്പ്ലിറ്റിംഗ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ ട്രിപ്ലറ്റ് T2G എന്ന് പറയുന്നത്, T1G എന്ന് പറയുന്നത്. അതുപോലെ ട്രിപ്ലറ്റ് A2G ഉണ്ട്. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് ടേംസ് എല്ലാം നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള ടേംസിനാണ് റെലവൻസ് കൂടുതൽ. കാരണം സ്പിൻ അലൗഡ് ട്രാൻസിഷൻ നടക്കണം അല്ലെ. ബാക്കി എല്ലാ ടേംസിന്റെയും സ്പ്ലിറ്റിംഗ് വഴി ഉണ്ടാകുന്ന ഗ്രൂപ്പ് തിയററ്റിക്കൽ ടേംസ് എല്ലാം നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള ടേംസിനാണ് റെലവൻസ് കൂടുതൽ. കാരണം സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് ഏതൊക്കെയാണ്? ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുക അല്ലെ. ട്രിപ്ലറ്റ് T1Gയിൽ നിന്ന് ട്രിപ്ലറ്റ് T2Gയിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കാം. അതുപോലെ ട്രിപ്ലറ്റ് T1Gയിലേക്ക് ട്രാൻസിഷൻ നടക്കാം. Pയിൽ നിന്ന് വരുന്ന ടേമാണ് ഈ ട്രാൻസിഷൻ. അതുപോലെ ട്രിപ്ലറ്റ് T1Gയിൽ നിന്ന് ട്രിപ്ലറ്റ് A2Gയിലേക്ക് ട്രാൻസിഷൻ നടക്കാം. അപ്പോൾ 3 സ്പിൻ അലൗഡ് ട്രാൻസിഷൻ ആണ് D2 സിസ്റ്റത്തിൽ ഉള്ളത്. സോ D2 സിസ്റ്റത്തിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹെക്സ് ആക്വ വനേഡിയം 3+ ആണ്. D2 സ്പീഷീസ് ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ടൈം ട്രിപ്ലറ്റ് F ആണെന്ന് നമുക്കറിയാം. 3 സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് ഏതാണ് നമ്മൾ കണ്ടു. പക്ഷേ സ്പെക്ട്രം നോക്കുമ്പോൾ 2 ബാൻഡ്സ് പീക്സ് ആണ് നമുക്ക് കിട്ടുക. കാരണം 2 എണ്ണമാണ് വിസിബിൾ റീജിയനിൽ. മൂന്നാമത്തെ ട്രിപ്ലറ്റ് T1G F2,
ട്രിപ്ലറ്റ് A2G എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ ട്രാൻസിഷൻ ഹൈ എനർജി ഡിഫറൻസ് ആണല്ലേ, അത് UV റീജിയനിലേക്ക് പോകുന്നതുകൊണ്ടാണ് 2 പീക്ക് മാത്രം നമുക്ക് വിസിബിൾ ആവുന്നത്. സോ ദ സ്പെക്ട്രം ഷോസ് ഓൺലി 2 അബ്സോർപ്ഷൻ ബാൻഡ്സ്. 3 സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് മാത്രമായിട്ടുള്ള ഡയഗ്രാം നമുക്കിവിടെ കാണാം.